ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ. എന്താണ് ഫോമോ? പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ബോധത്തിൽ നമ്മൾ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ട്രേഡ് എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫോമോ എന്ന് പറയുന്നുണ്ടാവും. ഇവിടെ നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ളൊരു എൻട്രി എടുക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് നോക്കുന്നുണ്ടാവില്ല, സെറ്റപ്പ് നോക്കുന്നുണ്ടാവില്ല. ഇതാണ് ഇവിടെ പ്രോബ്ലംസ് ആയിട്ട് ഉണ്ടാവുക. എന്താണ്, നമ്മൾ മാർക്കറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടവർക്ക് അറിയായിരിക്കും, ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൈൻഡ് നമ്മൾ ആ ഒരു അഗ്രസീവ് എൻട്രി നമുക്ക് പ്ലേസ് ചെയ്യാനുള്ളൊരു തോട്ടിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഇതിനാണ് ഫോം എന്ന് പറയുന്നുണ്ടാവുക. ഇമ്പൾസീവായിട്ട് നമ്മൾ പോയിട്ട് ഒരു എൻട്രി പ്ലേസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എൻട്രി പ്ലേസ് ചെയ്യുന്നുണ്ടാവുക? നമ്മളെ മൈൻഡ് നമ്മളോട് പറയുന്നുണ്ടാവുക എന്തായിരിക്കും? ആ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു മൂവ് ഉണ്ടാവില്ല, ഇങ്ങനെ പെട്ടെന്നൊരു ഫാൾ വരെ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗ്രീൻ ക്യാൻഡിൽ വരാന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ പോയിട്ട് ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പെക്ടേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അഗ്രസീവായിട്ട് പോയിട്ട് എൻട്രി എടുക്കുന്നുണ്ടാവുക. പലപ്പോഴും ഫോമോയിൽ നമ്മൾ പോയി എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് ട്രേഡിംഗ് കൺഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ട്രേഡിംഗ് ഓരോരുത്തരുടെ സെറ്റപ്പ് ബേസ് ചെയ്തിട്ട് അവർക്ക് ഓരോ കൺഫർമേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കൺഫർമേഷൻ ഇല്ലാതെ ഡയറക്റ്റ് എൻട്രി ഉണ്ടായിരിക്കാം. ഇതിനൊക്കെ നമുക്ക് ഓരോ റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടായേക്കാം ഓരോ സെറ്റപ്പ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇല്ലാതെ നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ വെക്കലാണ്, ചെറിയൊരു സഡൻ ആയിട്ടുള്ള ഒരു മൊമെന്റിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു എൻട്രി പ്ലേസ് ചെയ്യലാണ് അഗ്രസീവായിട്ട്. ഇതിനാണ് നമ്മൾ ഫോമോ എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫോമോന് നമുക്ക് എന്താണ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സെറ്റപ്പ് ടൈമിൽ പോയിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ കറക്റ്റായിട്ട് ജേണൽ ചെയ്യാം. ജേണൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എപ്പോഴെല്ലാം ഫിയർ ഓഫ് മിസ്സിങ് ഫോമോയിൽ എൻട്രി എടുത്തിട്ടുണ്ടോ, ചിലപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ടാകും. വളരെ റെയർ ആയിട്ടുള്ള ട്രേഡ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് പോയിട്ടുണ്ടാകുക. അതേപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജേണൽ ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊരു അർജൻസിയാണ് നമുക്ക് മൈൻഡിൽ ഉണ്ടാക്കുന്നത്. എന്താണ്, നമുക്ക് ആ ഒരു പ്രോഫിറ്റ് മിസ്സായേക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും മാർക്കറ്റിന്റെ ടോപ്പും അതേപോലെ തന്നെ ബോട്ടവും പിടിക്കുന്നതിന് പകരം ഇതിന്റെ നടുക്കുള്ള ഒരു പീസ് പിടിക്കാൻ വേണ്ടി നോക്കുക. അതായത് ഒരു നടുക്കുള്ള ഒരു ഏരിയ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അല്ല മൊത്തത്തിൽ ക്യാപ്ചർ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വെക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിൽ ആയി പോകാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫോമോ എന്ന് പറയുന്നുണ്ട്. ഇതിന് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താണ്, കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ലെവല്, നമുക്കിപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, എന്തോ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്, ആ ഒരു ഏരിയ വന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംഭവം തരുന്ന വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പേഷ്യൻറ്റോട് കൂടി വെയിറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തെ മാറ്റാൻ പറ്റുള്ളൂ.